ഹായ് ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ 31ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗരിമോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വിക്രം അവരെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. കുട്ടികളെല്ലാവരും വിക്രം ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ഗൗരിമോളെ എല്ലാ കുട്ടികളും കൂടെ ചേർന്നിട്ട് കളിയാക്കുകയാണ്. ആ സമയത്ത് ഗൗരിമോൾക്ക് നല്ല ദേഷ്യം വരികയാണ്. എന്നിട്ട് ഗൗരിമോൾ ഡ്രൈവറോട് സ്റ്റോപ്പ് ദ ബസ്, ഐ സേ സ്റ്റോപ്പ് ദ ബസ് എന്നും പറഞ്ഞിട്ട് ബസ് പെട്ടെന്ന് ഡ്രൈവറെ കൊണ്ട് നിർത്തിപ്പിക്കുകയാണ്. എന്നിട്ട് വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്തിനാ എൻ്റെ പിന്നാലെ വരുന്നത്? മോളുടെ അച്ഛൻ പറഞ്ഞിട്ടല്ലേ, എനിക്കിഷ്ടമല്ല, ഗോ ബാക്ക് എന്നും പറഞ്ഞ് വിക്രത്തിൻ്റെ നേരെ ഷൗട്ട് ചെയ്തിട്ട് ബസ്സിൽ തന്നെ കയറി പോവുകയാണ്. വിക്രം അതൊന്നും കാര്യമാക്കാതെ അങ്ങനെ ബസ്സിനെ തന്നെ ഫോളോ ചെയ്ത് പിന്നെ സ്കൂളിലെത്താണ് കേട്ടോ. ആ സമയത്ത് ഗൗരിമോൾ ഇറങ്ങി വന്നിട്ട് വിക്രത്തിനോട് പറയും, അകത്തേക്ക് വരണ്ട കേട്ടല്ലോ. വിക്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തലയാട്ടും. കാരണം മോളുടെ കുസൃതിയൊക്കെ വിക്രം ഇങ്ങനെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ മോള് പോയതിന് ശേഷം ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് ചോദിക്കും, ആ കുഞ്ഞിൻ്റെ ബോഡി ഗാർഡാണല്ലേ? അങ്ങനെയും പറയാം. പോലീസിലാണോ ജോലി? ആര് പറഞ്ഞു? അല്ല, ഇവിടെയൊക്കെ അങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. അന്നേരം വിക്രം പറയാണ്, ഏതായാലും ഇപ്പോൾ പോലീസിലല്ല, അപ്പോൾ കേസ് അന്വേഷിക്കാൻ വന്നതാണല്ലേ. കുഞ്ഞികൃഷ്ണേട്ടൻ എന്താ വട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഡ്രൈവർ ഇങ്ങനെ അന്തം വിട്ടിട്ട് ചോദിക്കും, അയ്യോ എൻ്റെ പേരെങ്ങനെ അറിയാം? എനിക്കിവിടെ എല്ലാവരുടെയും പേരറിയാം. എന്തായാലും വന്നിട്ട് ഒരു ദിവസം കൊണ്ട് ഇത്രയും പേരുടെ പേര് പഠിച്ചെടുത്തെങ്കിൽ അപ്പോൾ പോലീസിൽ തന്നെ ജോലി. വരുന്ന ഒരു ചായ കുടിക്കാൻ ഇല്ല, ഈ പരിസരത്ത് എനിക്ക് മാറാൻ പറ്റില്ല. എന്തായാലും ചേട്ടൻ പോയി വാ എന്ന് പറഞ്ഞ് വിക്രം അവിടെ തന്നെ ഇരിക്കുകയാണ്. ക്ലാസ്സിലെത്തിയതിന് ശേഷം മോളിങ്ങനെ പുറത്തേക്ക് നോക്കുക കേട്ടോ, വിക്രം അവിടെ എങ്ങാനും ഉണ്ടോയെന്ന്. ആ സമയത്ത് വിക്രത്തിന് അവിടെ കാണാനുണ്ടായിരിക്കില്ല. അപ്പം വേറൊരു കുട്ടി വന്നിട്ട് പറയും, എടി ഗൗരി, നിൻ്റെ ബോഡി ഗാർഡ് അവിടെ വരാന്തയിലിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഗൗരി പുറത്ത് വന്ന് നോക്കുന്ന സമയത്ത് വിക്രം അവിടെ വരാന്തയിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും കാണുന്നത്. ഗൗരിമോൾ പിന്നെ നേരെ ഓടി വരികയാണ് വിക്രത്തിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് വിക്രത്തിനോട് ചോദിക്കും, ഞാനെന്താ പറഞ്ഞിട്ടുള്ളത് അകത്തേക്ക് വരരുതെന്ന്? പിന്നെ എന്തിനാ ഇപ്പോൾ വന്നത്? അത് പുറത്ത് നല്ല വെയിലാണ്. എന്നാൽ പിന്നെ തിരിച്ചു പോയിക്കൂടെ? മോളുടെ അച്ഛൻ പറഞ്ഞിട്ടില്ലേ മോളുടെ കൂടെ എപ്പോഴും വേണമെന്ന്? ആ സമയത്ത് ഗൗരിയുടെ ടീച്ചർ വന്നിട്ട് ചോദിക്കും, ഗൗരി എന്താ ഇവിടെ നിൽക്കുന്നത്? എനിക്കിവിടെ ആരും വേണ്ട ടീച്ചറെ, ഇയാളോട് പോകാൻ പറ. അപ്പോൾ ടീച്ചർ പറയും, ഗൗരിയുടെ അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഇയാൾ ഇവിടെ നിൽക്കുന്നത്, എന്നെ കുട്ടികളൊക്കെ കളിയാക്കുകയാണ്. ഓ അതാണ് കാര്യം, അത് ടീച്ചർ നിർത്തിത്തരാം, വാ എന്ന് പറയുമ്പോൾ വിക്രം പറയും, ചെല്ല്, ഞാൻ പൊക്കോളാം, ഇയാൾ പറയണ്ട എന്ന് പറഞ്ഞ് ഗൗരിമോളെ ദേഷ്യം പിടിച്ച് ടീച്ചറെ കൂടെ പോവുകയാണ്. ടീച്ചർ നേരെ ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികളോട് പറയും, ദേ എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയാം, ഗൗരിയുടെ അച്ഛൻ പോലീസാണ്. പോലീസിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരാളെ ഇങ്ങോട്ട് വിട്ടത്. ആ പേരും പറഞ്ഞ് ഇനി ആരും ഗൗരിയെ കളിയാക്കണ്ട, അയാൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോയിക്കോളും. അപ്പോൾ ഇനി എല്ലാവരും കളിയാക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയും, ഇല്ല ടീച്ചറെ, ഞങ്ങൾ ഇനി കളിയാക്കില്ല. എന്നിട്ട് ഗൗരിമോളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, മോൾക്കിപ്പോൾ സന്തോഷമായോ? ആയി ടീച്ചറെ എന്ന് പറയുമ്പോൾ, എന്നാൽ ഇനി നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ടീച്ചർ കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മാഷ് ഇങ്ങനെ അലമാര തുറക്കുന്ന സമയത്ത് വിക്രം അന്ന് ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത ആ ഷർട്ട് മാഷ് കാണാണ്. ആ സമയത്ത് മാഷ് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. വിക്രം വാങ്ങിക്കൊടുത്തതും മാഷ് അത് ഇടാൻ മടിക്കുന്നതും പിന്നെ ആര് കാണാതെ ആ ഷർട്ട് ഇടുന്നതും ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് മാഷ്. ആ സമയത്ത് പുറത്തുനിന്ന് മാഷേ മാഷേ എന്നും പറഞ്ഞ് അരവിന്ദേട്ടൻ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഓടി വന്ന് നോക്കുന്ന സമയത്ത് അരവിന്ദേട്ടന് നിലത്ത് വീണ് കിടക്കുകയാണ്, നെറ്റിയൊക്കെ പൊട്ടിയിട്ടുണ്ട് വീണിട്ട്. അങ്ങനെ മാഷ് അങ്ങനെയൊക്കെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കസേരയിൽ കൊണ്ട് ഇരുത്തുകയാണ്. എന്നിട്ട് പറയും, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതൊന്നും വേണ്ട മാഷേ, ഒരു തുണി എടുത്ത് കെട്ടിയാൽ മതി, അതൊന്നും ശരിയാവില്ല, നല്ലപോലെ മുറിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ കെട്ടിക്കൊടുക്കുന്ന സമയത്ത് അരവിന്ദേട്ടൻ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോകേണ്ട മാഷേ, ആമി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആകെ പേടിക്കും. കാരണം ആമിയുടെ അസുഖത്തെക്കുറിച്ചൊക്കെ അരവിന്ദേട്ടന് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് അരവിന്ദേട്ടൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ മടിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ലഞ്ച് ബ്രേക്ക് ആവും. ബ്രേക്കിൻ്റെ സമയത്ത് മോളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ മടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ടീച്ചറോട് പറയും, എനിക്കിന്നും ഭക്ഷണം വേണ്ട ടീച്ചറെ. ഭക്ഷണം കഴിക്കാൻ മൂടില്ലെന്നോ? അത് നമുക്കുണ്ടാക്കാം, വാ എന്നും പറഞ്ഞിട്ട് മോളെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. വിക്രത്തിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ വിക്രത്തിനെ കൂട്ടി കൊണ്ടുവന്നിട്ട് ടീച്ചർ പറയും, എന്തായാലും അകമ്പടി ഉള്ളതല്ലേ, എന്തായാലും മോളെ ഭക്ഷണം കഴിക്കുന്ന ഡ്യൂട്ടിയും ഇയാൾക്കിരിക്കട്ടെ, മോള് മുഴുവൻ ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ മതി കേട്ടോ എന്നും പറഞ്ഞിട്ട് ടീച്ചർ പോവുകയാണ്. എന്നിട്ട് വിക്രം മോളുടെ അടുത്ത് ചോദിക്കുന്നു, മോള് ഇപ്പം ഭക്ഷണം കഴിച്ചോ എന്ന് അച്ഛൻ വിളിച്ച് ചോദിച്ചിട്ടേ ഉള്ളൂ. അയ്യോ നൊണ, കല്ല് വെച്ച് നൊണ, എന്നാൽ ഇപ്പം വിളിച്ച് ചോദിക്കണം, അത് ഞാൻ കഴിച്ചില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ. എന്നാൽ പിന്നെ ഗൗരിമോള് കഴിക്കേ എന്ന് പറയുമ്പോൾ ഗൗരിമോള് ദേഷ്യം പിടിച്ചിട്ട് പറയും, ഞാൻ നിങ്ങളുടെ മോളല്ല എന്ന് പറഞ്ഞിട്ടില്ലേ, എന്നാൽ പിന്നെ ഗൗരി മേഡം കഴിക്കുക. മേഡമെന്നോ? അന്നേരം വിക്രം പറയും, എൻ്റെ ഗൗരിക്കുട്ടിയെ നല്ലോണം ബഹുമാനിക്കണമെന്ന് മോളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അപ്പം മേഡം എന്ന് വിളിക്കാമല്ലോ. കഴിച്ചില്ലെങ്കിലോ, ഇപ്പം ഞാൻ അച്ഛനെ വിളിക്കും,
ഉറപ്പാണോ? അയ്യപ്പ സ്വാമിയാണ് സത്യം. എങ്കിൽ ഞാൻ കുറച്ച് കഴിക്കാം. അപ്പോൾ അച്ഛനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പം കൊച്ചിന് ചെറിയൊരു പേടിയൊക്കെ വരികയാണ് കേട്ടോ. അങ്ങനെ മോള് കഴിച്ചു തുടങ്ങുന്നത് കണ്ടപ്പോൾ വിക്രം പിന്നെ മാഷിനെ വിളിക്കുകയാണ്. അന്നേരം അരവിന്ദേട്ടൻ ഹോസ്പിറ്റലിലായ കാര്യമൊക്കെ മാഷി വിക്രത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് മോള് ചെറിയൊരു കുസൃതിയൊക്കെ കാണിക്കുകയാണ്. വേഗം അവിടെയുള്ള ഒരു ഉറുമ്പിനെ പിടിച്ചിട്ട് ഭക്ഷണത്തിൽ എടുത്തിടുകയാണ്. എന്നിട്ട് പറയും, അയ്യോ എനിക്ക് വേണ്ട ഈ ഭക്ഷണം, ഈ ഉറുമ്പുള്ള ഭക്ഷണം എനിക്ക് വേണ്ട. ആ സമയത്ത് ക്ലാസ് ടീച്ചർ അവിടേക്ക് വന്നത്. അപ്പോൾ ടീച്ചറോട് പറയും, മിസ്സേ എനിക്ക് ഈ ഉറുമ്പുള്ള ഭക്ഷണം ഇയാൾ എന്നെക്കൊണ്ട് ഇത് കഴിക്കാൻ നിർബന്ധിക്കുകയാണ്. അന്നേരം ടീച്ചർക്ക് കാര്യം മനസ്സിലാവും. ടീച്ചർ ചോദിക്കും, മോളല്ലേ ഈ ഉറുമ്പിനെ ഇതിൽ പിടിച്ചിട്ടത്? അന്നേരം വിക്രം പറയും, അല്ല ടീച്ചറെ, ഈ ഭക്ഷണത്തിൽ ഉറുമ്പുണ്ടായിരുന്നു. മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല, മോൾ നല്ല കുട്ടിയാണ്. മോൾ എന്തായാലും ഈ ഭക്ഷണം കഴിക്കണ്ട. മോളുടെ അച്ഛനോട് പറഞ്ഞിട്ട് അങ്കിൾ വേറൊരു ഭക്ഷണം വാങ്ങിത്തരാം. അങ്ങനെ വിക്രം പോകുന്ന സമയത്ത് ടീച്ചർ പറയും, ഇനി അങ്ങേര് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാനല്ലേ, അതുവരെ ക്ലാസ്സിലിരിക്കാം എന്ന് പറഞ്ഞിട്ട് മോളെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോവാണ്. ഭക്ഷണം വാങ്ങിക്കാനായി പുറത്തേക്ക് വരുമ്പോൾ വിക്രം വീണ്ടും ആശ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് അരവിന്ദേട്ടന്? അരവിന്ദന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ആമിയുടെ കാര്യമാണ് കഷ്ടം. എന്തു പറ്റി ആമിക്ക്? ആമി ഇവിടെ ഉണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ അരവിന്ദനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അച്ഛൻ വീണു എന്നറിഞ്ഞപ്പം അവൾ ആകെ തളർന്നു. എന്തു പറ്റി? അത് ഒരു പാനിക് അറ്റാക്ക് ആയിരുന്നു. ആമിയുടെ കണ്ടീഷൻ അങ്ങനെയാ അച്ഛാ, ഞാനിപ്പോൾ അങ്ങോട്ട് വരണോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ പറയും, വേണ്ട, ഇവിടെ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, നീ അവിടെ തന്നെ നിന്നോ എന്ന് പറയണേ. പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ ആർക്കോ ഫോൺ ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് ഇങ്ങനെ ബഹളം കേൾക്കുന്നുണ്ടായിരിക്കും, സബ് കളക്ടറെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കോള് കട്ട് ചെയ്തതിന് ശേഷം വേദ ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അന്നേരം സെക്യൂരിറ്റി പറയും, 2 പേരും മേഡത്തെ കാണണം എന്ന് വാശി പിടിക്കുകയാണ്. എങ്കിൽ അവരോട് വരാൻ പറയൂ. അകത്തേക്ക് കയറി വന്നത് ഒരു ചെറുപ്പക്കാരനും ഒരു പെൺകുട്ടിയാണ് കേട്ടോ. അങ്ങനെ ആ ചെറുപ്പക്കാരൻ മലയാളിയാണ്. വേദയോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയാം. എന്നിട്ട് അയാൾ പറയും, ഞാനിവിടെ തിരുനെൽവേലിയിലാണ് താമസം. എനിക്ക് അവിടെ പോസ്റ്റ് ഓഫീസിൽ സോർട്ടിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് ജോലി. അതിനടുത്തുള്ള താഴെയുള്ള ഒരു ഓഫീസിലാണ് ഇവൾക്ക് ജോലി. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ 2 പേരും ഇഷ്ടത്തിലാവുന്നത്. അപ്പോൾ വേദ ചോദിക്കുകയാണ്, കാര്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ എന്താ പ്രശ്നം? അത് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം. ഞങ്ങളുടെ ബന്ധം മല്ലിയുടെ വീട്ടുകാരറിഞ്ഞു. അവർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല. ഇവളുടെ അച്ഛനും ചേട്ടനും കൂടെ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, കള്ളക്കേസിലൊക്കെ കൊടുക്കാൻ നോക്കി. നാളെ ഇവളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് മറ്റൊരു ചെറുക്കനുമായിട്ട്. പക്ഷേ എനിക്ക് ഇവളെ വിട്ട് കളയാൻ പറ്റില്ല മാഡം. അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് താലി കെട്ടി നേരെ ഇവിടേക്കാണ് വന്നത്. എന്തിനാ നേരെ ഇങ്ങോട്ട് വന്നത്? നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോയ പോരെ. എങ്ങനെയായാലും അവർ പിടിക്കും മാഡം. നാട്ടിലെത്തിയാലും അവരെന്നെ ജീവിക്കാനൊന്നും സമ്മതിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നിയമപരമായ പ്രൊട്ടക്ഷൻ വേണം മാഡം എന്ന് ചോദിക്കുമ്പം ആ പെൺകുട്ടിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പം വേദ ചോദിക്കുന്നുണ്ട്, മല്ലി ഒന്നും പറഞ്ഞില്ലല്ലോ. അന്നേരം ആ പെൺകുട്ടി പറയുന്നുണ്ട്, എനിക്ക് ഇവരുടെ കൂടെ താമസിക്കണം മാഡം, ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് വേദ ഇങ്ങനെ അന്ന് അമ്പലത്തിൽ വെച്ച് വേദയുടെ കഴുത്തിൽ താലി കെട്ടിയ ആ ഒരു സീനുകളൊക്കെ ഇങ്ങനെ വേദയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് വേദ പറയും, എന്തായാലും കെട്ട് കഴിഞ്ഞല്ലോ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവില്ല. ഇത് കോടതിയിൽ പരിഹരിക്കേണ്ട കേസാണ്. ഞാൻ അവിടുത്തെ CI വിളിച്ച് പറയാം. നിങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊരു പരാതി നിങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുക. കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് നിങ്ങൾ അവിടെ പറഞ്ഞാൽ മതി. അതോടെ തീർന്നോളും. ധൈര്യമായിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അവർ പോയതിന് ശേഷം വേദ ഇങ്ങനെ എന്തൊക്കെയോ വിക്രമിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് വേദയ്ക്ക്. അങ്ങനെ പെട്ടെന്ന് പേഴ്സിൽ നിന്ന് വിക്രമിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് വേദ പറയാണ്, ഇത്രയേറെ ആഗ്രഹിച്ചിട്ടും അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും നമ്മൾ 2 പേരും മാത്രം രണ്ടറ്റത്തായി പോയത് എന്തുകൊണ്ടാണ് വിക്രം എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ വേദ ഇങ്ങനെ ഒരുപാട് കരയുകയാണ്. അതോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്.